60+ സെറ്റ് ബ്രിജി കേട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഡ്ഡു എന്ന് പറഞ്ഞൊരു വിഭവമാണിത്. ഇത് വാസ്തവത്തിൽ ദക്ഷിണേന്ത്യൻ വിഭവം. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരളത്തിൽ ഞാൻ അങ്ങനെ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഷിദ്യതല്ല, ഇത് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ബാക്കി വന്നു കഴിയുമ്പോൾ അതിൽ നമ്മൾ ഉള്ളിയും കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇവിടെയൊക്കെ അളന്നരച്ചാലും നമുക്ക് ദോശമാവ് കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് അതിൽ കുറച്ച് ഉള്ളി നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞത്, ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വഴറ്റിയിട്ടിടാം, വഴറ്റണമെന്ന് നിർബന്ധമില്ല. പിന്നെ നല്ല പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളക്, അത് കഴിഞ്ഞ് നല്ല പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, കുട്ടികൾ ക്യാരറ്റൊക്കെ കഴിക്കില്ല, നമുക്ക് ക്യാരറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് നമുക്കിടാം. പിന്നീട് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില. ഉപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ മാവിലുണ്ട്, അത് കാരണം നോക്കിയിട്ട് വേണം ഇടാൻ. എന്നിട്ട് നന്നായിട്ട് ഇടുമ്പോൾ നമുക്ക് വഴറ്റി വേണമെങ്കിൽ ഇടാം. അപ്പോൾ ആ വഴറ്റുന്നതിൻ്റെ കൂടെ കുറച്ച് പിന്നെ ഉഴുന്ന് പരിപ്പോ കടലപ്പരിപ്പൊക്കെ പൊട്ടിച്ചത് അതും കൂടി ചേർത്താം. നന്നായിട്ടിങ്ങനെ ഇളക്കി സ്റ്റൗ കത്തിച്ച് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഇത് തവ വയ്ക്കാം. കുഴിയപ്പം, ഉണ്ണിയമ്മ എന്തെങ്കിലും. എന്നിട്ട് അതിൽ എണ്ണ കുറച്ച് ഒഴിക്കുക. കുറച്ച് മീൻസ് ആക്ച്വലി ബ്രഷ് ചെയ്താലും മതി, വളരെ കുറച്ചിങ്ങനെ ജസ്റ്റ് ഒരു സ്പ്ലാഷ് ചെയ്താൽ മതി. ബ്രഷ് ചെയ്താലും കുഴപ്പമില്ല. നല്ലതുപോലെ ചൂടാവുമ്പോൾ കുറേശ്ശായിട്ട് അതിലേക്ക് ഒഴിക്കുക. മുഴുവൻ ഒഴിക്കേണ്ട, നിറയേണ്ട ആവശ്യമില്ല, ഒരു പകുതി എങ്ങനെ ഒഴിച്ചാൽ മതി. അത് നല്ലപോലെ ഇങ്ങനെ മൊരിഞ്ഞ് വരും. അത് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, നമുക്കതിങ്ങനെ തിരിച്ചിടാൻ പറ്റും. തിരിച്ചിടാം. എല്ലാം തിരിച്ചിട്ടു. ഒരു 2 മിനിറ്റ് എൻ്റെ വേവ് മാത്രമേ ഉള്ളൂ. കാണാനും നല്ല ഭംഗി. കുട്ടികൾക്ക് ഇഡ്ഡലിയും ദോശ എന്നും കണ്ട് അതിൻ്റെ മടുപ്പുണ്ടാവില്ല. ടേസ്റ്റുള്ള ഈ വിഭവം നമുക്ക് ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ചട്നിയോ എന്തിൻ്റെങ്കിലും കൂടെ തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും. കുട്ടികൾക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്.